രാഹുൽ ഗാന്ധിയെ പോലെ പ്രതിപക്ഷ നേതാവായ ഒരാളെ, പ്രതിപക്ഷ നേതാവിനെ, രാഹുൽ ഗാന്ധി എന്നുള്ള പേരിട്ടേക്കൂ, പ്രതിപക്ഷ നേതാവിനെ 5ാം നിരയിലേക്ക് തള്ളി ഒതുക്കുന്നത് എന്തുമാത്രം ചീപ്പാണ് പ്രിന്റു? അല്ല, ഇനി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒന്ന്, അദ്ദേഹത്തെ അങ്ങനെ 5ാം നിരയിലേക്ക് തരം താഴ്ത്തിയതാകാൻ സാധ്യതയില്ല. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായിട്ട് സ്വാതന്ത്ര്യ ദിനത്തിൽ പങ്കെടുക്കാറില്ല. നമ്മൾ അങ്ങനെയാണല്ലോ, അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന രീതിയിലും MP എന്ന രീതിയിലും ഒരു ഭരണകക്ഷിയുടെ 2ാമനോ 1ാമനോ എന്ന രീതിയിലും ഈ സ്വാതന്ത്ര്യദിന ചടങ്ങിലൊന്നും അദ്ദേഹത്തെ ആരും നമ്മളാരും കാണാറില്ല. ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ അദ്ദേഹത്തിന് അറിയിപ്പ് കിട്ടിയിട്ടും ഇതിനകത്ത് പങ്കെടുക്കുമോ ഇല്ല എന്നുള്ള ഒരു സംശയവും ആശങ്കയും അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ടാകും. ഇതിന് മുമ്പുള്ള സമയത്ത് പ്രതിപക്ഷ നേതാവുള്ള വരാൻ കഴിയില്ല. ഇപ്പോഴാണ് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാകാൻ കഴിഞ്ഞത്. 10 വർഷത്തിനിടയ്ക്ക് ആദ്യമായാണ് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് വരുന്നത്. പ്രതിപക്ഷ നേതാവിന് ഫ്രണ്ടിൽ കസേര ഉണ്ടാവുക എന്നത് പ്രോട്ടോകോളാണ്. നിങ്ങൾ തന്നെ മുൻ പ്രധാനമന്ത്രിമാർ സ്വീകരിച്ചു വന്ന മര്യാദയാണ്. എന്നിട്ട് നിങ്ങൾ അദ്ദേഹം വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു, 5ാം നിരയിൽ കസേര വെച്ചത് അങ്ങനെയല്ലല്ലോ. അദ്ദേഹം അവിടെ പോയിരുന്നതാണ്. അദ്ദേഹത്തിന് അവിടെ കസേര ഒന്നും ഉണ്ടായിരുന്നില്ല. സ്പോർട്സ് താരങ്ങൾക്കൊപ്പം പോയി അദ്ദേഹം പോയിരുന്നതാണ്. അദ്ദേഹം അവിടെ പ്രത്യേക ചെയർ ഇട്ടത് കൊടുത്തൊന്നുമല്ല. അങ്ങനെയൊന്നുമല്ല സാർ. ക്ഷണിക്കപ്പെട്ട ഒരു പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ട ആളുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അതിന് ആ പരിപാടിയിൽ പങ്കെടുക്കുകയില്ലെന്ന് ഉറപ്പുവരുത്തണമല്ലോ. അതിനനുസരിച്ച് ഒഴിഞ്ഞ കസേര ഇരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധി വന്നില്ല എന്ന് ഗവൺമെന്റ് പ്രോട്ടോകോളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ കല്യാണ വീട്ടിൽ ആള് വരുന്നതിനെ കുറിച്ചുള്ള ആ സില്ലി മൂഡിൽ സംസാരിക്കല്ലേ? ഔദ്യോഗികം എനിക്ക് പ്രിന്റിനോട് ആവശ്യത്തിൽ ചോദ്യമില്ല. പ്രിന്റു ഈ നിലവാരത്തിലാണ് മറുപടി പറഞ്ഞെങ്കിൽ എനിക്ക് ചോദ്യം. അദ്ദേഹം അദ്ദേഹം ഞാൻ പറഞ്ഞു, രാഹുൽ ഗാന്ധി കാണിച്ചൊരു നിലവാര തകർച്ചയുണ്ട്. അത് നിങ്ങൾ ചർച്ച ചെയ്യാത്തത്. സ്പോർട്സ് താരങ്ങളുടെ കൂടെ പോയാണ് ഇരിക്കുന്നത്. അദ്ദേഹം ഒരു അങ്ങനെയല്ലല്ലോ. അദ്ദേഹം സ്പോർട്സ് താരങ്ങളുടെ കൂടെ പോയിരിക്കേണ്ട ഒരാളല്ലല്ലോ. അതേ സ്പോർട്സ് താരങ്ങളുടെ കൂടെ പോയിരിക്കേണ്ട ഒരാളാണല്ലോ. കൃത്യമായിട്ട് ഒഫീഷ്യലായിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പരിപാടി അങ്ങനെയാണല്ലോ. കൃത്യമായിട്ട് അങ്ങനെയാണല്ലോ ഒഫീഷ്യലായിട്ട് ഇടുമല്ലോ. നിങ്ങൾ അദ്ദേഹം കൃത്യമായി പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ ആ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു സംവിധാനമാണല്ലോ, ഒരു പ്രോട്ടോകോൾ സംവിധാനമാണല്ലോ. ഒരു വിദണ്ഡവാദമാണ്. പോട്ടെ, അദ്ദേഹം അവസാനത്തെ മൊമെന്റിൽ കയറി വന്നാണ്. ഒരു കസേര ഇല്ലായിരുന്നോ ഫ്രണ്ടിലിടാൻ? അല്ല, അങ്ങനെ കൊടുക്കാൻ സാധിക്കും സാർ? ഇതൊരു സംവിധാനമല്ലേ? ഒരു സംവിധാനത്തിന്റെ ഭാഗമായി ക്ഷണിക്കപ്പെട്ട അതിഥികൾ തന്നെയാണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമാണ്. ഇപ്പൊ പ്രതിപക്ഷം നേരെ അദ്ദേഹം നടത്തിയുള്ള ഒരു രാഷ്ട്രീയ നാടകമുണ്ട്. ഇത് പറയല്ലേ? ഡിഫൻസ് അല്ല, ഇതാണ് ഫാക്ട്. അങ്ങനെയല്ല സാർ. രാഹുൽ ഗാന്ധിയെ ബോധപൂർവം ഒരു പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തിയത് എങ്ങനെയാണ് പറയുക? അങ്ങനെയല്ലല്ലോ. മല്ലികാർജുൻ ഖാർഗെ നിങ്ങൾ കഴിഞ്ഞ 6ാമത്തെ റോയിലോ 5ാമത്തെ റോയിലോ നിങ്ങൾ എല്ലാവരോടുള്ള സമീപനം ഇതാണ്. നിങ്ങളുടെ ആളുകൾ മാത്രം ഫ്രണ്ട് ഇരുന്നാൽ മതി. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞു കേട്ടു, ഞാനുള്ളപ്പോൾ മോദിജി സഭയിൽ കയറി വരില്ല, എന്റെ പ്രസംഗം കേട്ടിരിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമില്ലെന്ന്. സത്യത്തിൽ 1.5 മണിക്കൂർ നിന്ന് പ്രസംഗിക്കുമ്പോൾ രാഹുലിനെ മുന്നിൽ കണ്ടാൽ കോൺഫിഡൻസ് പോകുന്നുള്ള പ്രശ്നമായിരുന്നു ഇനിയിപ്പോ? ആണോ പ്രിന്റു? അത് നിശാന്ത് സാറേ, നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു. നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിന്ന് കാണുന്ന സമയത്ത് കോൺഫിഡൻസ് തകരും എന്നൊക്കെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഇതിനകത്തൊരു ഫാക്റ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ട് ഒരു കാര്യത്തിൽ ഒരാളെ അതിഥി എന്ന രീതിയിൽ ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആ പരിപാടിയിൽ പങ്കെടുക്കുമോ ഇല്ലോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ സംവിധാനം ഭരണഘടനാ പദവിയാണല്ലോ. താങ്കളുടെ ഇൻഫർമേഷൻ എന്താണ്? പ്രധാനമന്ത്രി ഓപ്പോസിഷൻ ലീഡറുടെ ഓഫീസിനെ അറിയിച്ചു, മറുപടി കൊടുക്കാത്തതുകൊണ്ട് കസേര തയ്യാറാക്കിയില്ല. അങ്ങനെയാണോ ഒഫീഷ്യൽ ഇൻഫർമേഷൻ താങ്കൾക്കുള്ളത്? ഞാൻ എവിടെയും സർക്കാരിന്റെ വിശദീകരണമായി കേട്ടില്ല. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആധികാരികമായിട്ടുള്ള സാർ നിശാന്ത് സാർ അങ്ങ് ചർച്ച കഴിഞ്ഞ ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്ന് അന്വേഷിക്കൂ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് അവിടെ ഇരിപ്പിടം ഒരുക്കാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ഈ സ്പോർട്സ് താരങ്ങൾ അപ്പുറത്ത് പോയിരിക്കുന്നു. അപ്പോൾ അവിടെയും അദ്ദേഹം ഒരു സിമ്പതി വർക്കൗട്ട് ചെയ്യാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട 78ാം സ്വാതന്ത്ര്യദിനത്തിലും പ്രതിപക്ഷ നേതാവിനും നരേന്ദ്രമോദി ഇപ്പുറത്താണ് ഇരുത്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്ത് രാഷ്ട്രീയ മര്യാദ പാലിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യങ്ങൾ